ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേയാണ്. ഇന്നെൻ്റെ ഓഫീസിൽ ഗണേശ ചതുർത്ഥി സെലിബ്രേഷൻ ആണ്. ബാംഗ്ലൂരിലുള്ള എല്ലാ മലയാളീസിനും ഗണേശ ചതുർത്ഥി സെലിബ്രേഷൻ എന്തായിരിക്കുന്നത് ഒരു ഉണ്ടായിരിക്കും അല്ലേ. രാവിലെ തന്നെ കുളിച്ച് സെറ്റായി ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടാണ് ഞാൻ പോയത്. എൻ്റെ ഓഫീസിൻ്റെ അടുത്തൊരു അമ്പലമുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ദിവസം പോകണം എന്നുള്ളത് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അതിനൊരു റീസണും ഉണ്ട്. ദ വേ ദ ടെമ്പിൾ ഈസ് മെയ്ഡ് ഒന്നും പറയാനില്ല, അത്ര അടിപൊളിയാണ്. അതിൽ ഓരോന്നും ഇങ്ങനെ ഒരു കൊത്തി വെച്ച് പണിതൊക്കെ എനിക്ക് തോന്നുന്നില്ല ഞാൻ ബാംഗ്ലൂർ ഈ അടുത്ത് ഇങ്ങനെ ഒരു അമ്പലം കണ്ടിട്ടുണ്ടെന്ന്. സോ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂട്ടി അവിടേക്ക് പോയി. അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നേരെ ഓഫീസിലോട്ട് വിട്ടു. പിന്നെ ഇന്ന് ഓഫീസിൽ സെലിബ്രേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുറേ സംഭവങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും കോൺട്രിബ്യൂഷനൊക്കെ ആവാമെന്ന്. അങ്ങനെ നേരെ ഓഫീസെത്തി. എല്ലാവരും ഡെക്കറേഷനൊക്കെ ആയിട്ട് തകർത്ത് മറിയുമായിരുന്നു. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ സെലിബ്രേഷൻ ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ ഓണാട്ടോ ഓർമ്മ വന്നേ. ഓണത്തിന് പൂക്കളൊക്കെ ഇടാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ചിരുന്ന് സെറ്റ് ചെയ്യില്ലേ, അതുപോലെയായിരുന്നു അവർ കോലം വരയ്ക്കലും എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നേ. പണ്ട് തൊട്ടേ കുഞ്ഞിലെ ഏത് പരിപാടി നടന്നാലും അത് ഫ്രണ്ടിൽ പോയി നിന്ന് കോർഡിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു. അപ്പോൾ പിന്നെ വേറൊരു സ്റ്റേറ്റിൽ പോയി അവരുടെ ട്രഡീഷൻസും അവരുടെ കൾച്ചേഴ്സും അവരുടെ സെലിബ്രേഷൻസൊക്കെ പിന്നെ പറയാനുണ്ടോ, അതിനൊക്കെ ഞാൻ മുൻപന്തിയിലായിരുന്നു. കോലിടാനായിട്ടും അതിനും ഇതിനൊക്കെ ഞാൻ ഓടി ഓടി നടന്ന് ചോദിച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എൻ്റെ ഓഫീസിൽ ഞാനൊരൊറ്റ മലയാളിയേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം എനിക്കൊരു പ്രത്യേക പരിഗണന എല്ലാവരും തരാറുണ്ട്. ഒരു റെഫറൻസ് പിക്ചറോ ഒരു റഫ് ഫിഗറോ ഒന്നുമില്ലാതെ ചേച്ചി സ്പോട്ടി വരച്ച കോലാണ് ഈ കാണുന്നത്. നമ്മളൊക്കെ ഓണത്തിന് ഇപ്പോഴും പൂക്കളിടാനായിട്ട് ചോക്കെടുക്കുന്നു, വരയ്ക്കുന്നു, എന്തൊക്കെയാല്ലേ. അങ്ങനെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വേഗം ഊബർ വിളിച്ച് ഞാൻ വേഗം വീട്ടിൽ പോയി. ഫുള്ള് ഡെഡായിരുന്നു ഗൈസ്.